ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ഇറ്റ്സ് മീ ആദിൽ ചന്ദ്രൻ. നമ്മൾ ഇന്നിവിടെ ഏട്ടനുണ്ട്, ചേട്ടനുണ്ട്, സോറി വിഷ്ണു മോഹൻ. നമ്മളെ എന്താ പരിപാടി എന്താ വെച്ചാല് വിഷു അല്ലേ, അപ്പം പക്ഷെ പടക്കം മേടിക്കാൻ വേണ്ടി പോക്കാണ്. പടക്കം മേടിക്കാൻ പോകുന്ന കട എവിടെയാന്ന് അറിയില്ല, അത് ഏറ്റവും വലിയ കോമഡി. അത് കോമഡിയാണോ? കോമഡി അല്ലേ, നല്ല രസം ഉണ്ടാവും അല്ലേ, നല്ലൊരു രസം. അറിയാത്ത ആളുകൾ കണ്ടുപിടിച്ച് പടക്കം കൊണ്ട് മേടിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കളിക്കുന്ന വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഇന്നലെ കണ്ട വ്ളോഗില്ലേ, ഇന്നലെ കണ്ട വ്ളോഗിൽ മറ്റേ സ്ഥലല്ലേ കളിക്കുന്ന വരയ്ക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് രാവിലെ കളിക്കുന്ന വരയ്ക്കാൻ പോയി അങ്ങോട്ടന്നെ. അപ്പം അതിന്റെ ചെറിയൊരു ട്രിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം അതിന്റെ താടിക അപ്പൊ അത് ഈ കണ്ടിട്ടോ. ഹലോ ഗൈസ്, അപ്പം ഇതാണ് നമ്മളെ അന്ന് കണ്ട കണിക്കുന്ന മരം. അതന്നെ. അപ്പം നമ്മളവിടെ കണിക്കൊന്ന് പൊട്ടിക്കാൻ വന്നിട്ടുള്ളത്. കുറേ പേര് ഇങ്ങനെ എഴുന്നുണ്ട് കണിക്കോടെ പൊട്ടി. ഇത് സൗണ്ട് കിട്ടുന്നുണ്ടാവല്ലേ? കുറേ പേര് എഴുന്നുണ്ട് കണിക്കൊന്ന് പൊട്ടിക്കാൻ. അപ്പോൾ നമ്മൾ കണിക്കൊന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കലാണ്. കാണിച്ചു കൊടുക്കേ മരം വൈബല്ലേ. നമ്മൾ കുറേ പൊട്ടിച്ചിട്ടുണ്ട്, അവൻ്റെ കയ്യിലുണ്ട്. ക്യാമറ തിരികെ കയ്യെല്ലാം കാണിക്കൂ. യെസ്, ഇത് കുറേ കാണുമ്പോൾ കുറച്ച് പൊട്ടിക്കാൻ തോന്നുന്നു. നമ്മൾ കുറച്ച് പൊട്ടിക്കട്ടെ. കേരള എളുപ്പമായിരുന്നു, ഇറങ്ങാനാ പണി. ഫൈനലി നമ്മൾ കണിക്കൊന്ന് പറിച്ചിരിക്കുന്നു. ഇത്രപാട് കണിക്കൊന്ന് പറിച്ചിട്ടുണ്ട്. നമുക്ക് പോവാം. ഇനി പടക്കങ്ങൾ മേടിക്കണം. അപ്പം ബാ. ഈ പുള്ളിക്കാരൻ രാവിലെ 6 മണിയാകുമ്പോൾ പുഴയിൽ പോയി കുളിക്കാതെ പറഞ്ഞിട്ട് വന്നതാണ്. ഇപ്പൊ എത്തിയത് 1 മണിക്ക് എത്തിയ. രാവിലെ 7 മണിക്ക് എത്താ പറഞ്ഞു. 7 മണി അതിന് മുന്നേ എത്തുന്ന പറഞ്ഞ ആളാ. ഞാൻ കുളിച്ചിട്ട് പോയത് ആര്? ഞാനാ ഇവനാ? ഓ ഞാനാ. ആ രാവിലെ എണീച്ചാൽ ഫോണില് മിസ്ഡ് കോൾ ഉണ്ട്. ഞാൻ 7:30 അങ്ങോട്ട് വിളിച്ചു, ഒന്നും എടുത്തില്ല. ഐഫോൺ പള്ളിയിലെന്താ രസല്ലേ. ഇപ്പൊ ഇതായിരിക്കും നമ്മള് ചെറിയ ചെലവിൽ പടക്കം മേടിക്കാൻ വേണ്ടി ശ്രീകണ്ഠപുരത്ത് പോയി. ചെലവ് 1000 പടക്കം കിട്ടിയില്ല. പിന്നെ ചെറിയ ചെലവിൽ പടക്കം മേടിക്കാൻ വേണ്ടി ഇരുട്ടിയിൽ പോയി, കിട്ടിയില്ല, ചെലവ് 2000. നിക്കൊരു ആ അവസ്ഥയൊക്കെ ഉണ്ടാവും. ഫണ്ടിലേക്ക് എഴുതി കൊടുക്കാം, ട്രഷറിയിലേക്ക് എഴുതി കൊടുക്കാം. എന്താ നേരെ 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 അങ്ങോട്ട് പോട്ടെ. ഇവിടെ പോയി നമ്മൾ വന്ന സ്ഥലത്ത് തിരിച്ചാൽ എത്തും. പിക്ചറുണ്ടായാലേക്ക് തരും. ഈ പോയിട്ടല്ല ഒരു പാട്ട് തോന്നുന്നില്ല. ഞാൻ പാടിക്കൊണ്ടിരുന്ന പാട്ടെന്ന് അറിയോ? പാടിക്കൊണ്ടിരുന്ന റേഞ്ച് ഇല്ല അവിടെ. കണ്ടുപിടിക്കാൻ പറ്റിയാലും നമ്മൾ എവിടെയാണ് ഏതാണ് സ്ഥലം? ഈ പാട്ടാ മതി. സാധനം വന്നില്ല, വരാൻ പോണേ ഉള്ളൂ. സാധനം കറക്റ്റ് ആ ടൈം നിന്ന് ഞാൻ വഴി നോക്കാൻ മറന്നുപോയി. ആ തൂക്കാണ് കണ്ടാ നീ ഇറങ്ങിട്ടോ ട്രെയിൻ ചെയ്തിട്ട് വന്നാ മതി. അവിടെ നോക്കും പിന്നെ എവിടെ പോകുന്നേ? നിനക്ക് നല്ല ഭാഗ്യാണ്. ആ കിട്ടി. കറക്റ്റ് ബാക്കിയല്ലേ. ഞാൻ സൺഗ്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് അത്ര തോന്നാഞ്ഞേ. പുള്ളി പറഞ്ഞു ഒപ്പരം പോരുന്നു എന്റെ കൂടെ. വീട്ടില് ഗിത്താർ കൊടുത്തു. ഒന്ന് കുറവുണ്ട്, കുഴപ്പമുണ്ടോ? ബാക്കിയുള്ള
ആ സംഭവം തന്നെ അറിയാ, നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ആള് വയലിൻ പഠിക്കുന്നുണ്ട്. ഈ ബസ്സിനെ വെച്ച് ആ വയലിൻ പഠിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരെ വയലിൻ പ്രാക്ടീസ് ചെയ്യും. അത് കണ്ടിട്ട് സഹിച്ചില്ല. ഇപ്പൊ വയലിന്റെ അടുത്ത് ഒരേ ഡിസ്ട്രിക്റ്റില് ഒന്ന് പൊട്ടിച്ചാക്കല. സ്ഥലം രണ്ട് സൈഡാക്കോ ചോദിക്കാം. എന്ത് കടയെല്ലാം നടച്ചിട്ട് ബോർഡ് നേരെ ഓടുതാ ശ്രീനഗറാ. വിഷൂര് കേസ് കൊടുക്കാനാ? നമ്മള് കണ്ണൂർക്കാരാണ്, നമ്മള് കണ്ണൂരാണ് പടക്കം പൊട്ടിക്കുന്നത്. ആരാ കേസ് കൊടുക്കുക? നീ കാണിച്ചു നമുക്ക് എന്തായാലും കാണാം കേസ് കൊടുക്കുന്നവരാ. അതെ, അപ്പോൾ ഞാൻ ബാംഗ്ലൂർ പോകുന്നത്. മറ്റേ ഇന്നതില്ലേ അടിയാക്കും ഞാൻ, നിന്ന് അടിയാക്കി കാണിച്ചത്. ഇവിടെ തണ്ണീർത്തല്ലേ തല്ലാൻ പോണം. തല്ലാൻ ആരുടെ തന്നെ? അയ്യോ ഞാനങ്ങ് മറന്നു പോയടാ കേസ്. അടുത്ത ലീവ് പ്രശ്നമായ നമുക്ക് നേരം കാണാം. ആ വീട്ടിലൊന്നും ആൾക്കാർ വരില്ല. ആ വീട്ടിലെ അല്ല, കത്തിക്കും ഗുണ്ടെത്തിക്കും നേരെ അപ്പുറത്തെ വല്ല അടുക്കളയിലേക്ക് ചട്ടിയിലേക്ക്. മറ്റേ ഇതല്ലേ നേരെ നേരെ അല്ലല്ല റൈറ്റ് റൈറ്റ് നേരെ അടിച്ചു പൊട്ടി. പടക്കട എവിടെ? നീ ആ സൈഡ് നോക്ക്. പടക്കം മിച്ചോടെ പിന്നെ ഓടിക്കാം. പടക്കട നോക്ക്. പടക്കങ്ങൾ പടക്കങ്ങൾ ചട്ടികളാണല്ലോ അത്. അടുത്താലോ കഴിക്കേ അല്ല എന്താ ചെയ്യാ ഫോട്ടോഗ്രാഫി നല്ല ചിത്രം, നല്ല നല്ല ചിത്രം. ഞാനോ മേടിച്ചു ഗൈസ്. നമ്മള് പടക്കങ്ങൾ മേടിച്ചിട്ടുണ്ട്. സ്കൈ ഷോട്ട് ഉണ്ട്, പൂക്കുറ്റി, കമ്പിത്തിരി, മത്താപ്പ്. സ്കൈ ഷോട്ട് ഉണ്ട്, മത്താപ്പുണ്ട്, കുറ്റിയുണ്ട്, മറ്റെന്താ പറയാ കടലിലും കരയിലും കിട്ടുന്ന എല്ലാ സാധനം എല്ലാ പൊട്ടി സാധനമുണ്ട്. അതല്ല അവരിന്ന് നോക്കുന്നുണ്ടോ നമ്മളാ വെച്ചാല് മിച്ചടം വീടെന്ന് പറയുന്നത് അറിയാം. കമ്പിത്തിരി വേണം, പുക ഉണ്ടാവാൻ പാടില്ല, ബോംബ് വേണം, ഒച്ച ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ പൊട്ടിച്ച ചെവി ഒത്തിയാ മതി. വെള്ളത്തിൽ പൊട്ടിച്ചില്ല. നമുക്ക് മിൽക്കല്ല ലൈം കുടിച്ചിട്ടല്ല. താങ്ക് യു. ആരില്ലേ മലയാളി? ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്താ കുറച്ചും കൂടെ കുറച്ചും കൂടെ ആര് കണക്ക് പുറത്ത്. ആ നീ എത്തിയില്ല കുറച്ച് നിങ്ങൾക്ക് പെട്രോൾ ചെയ്യൂലേ?
എണ്ണുണ്ട് എണ്ണുണ്ട്. തമിഴ്നാട്ടിലെ ബസ് തീറ്റി കൊടുക്കുന്നുണ്ട്. ഇവിടെ പട്ടിണിക്കല്ല. ഇവിടെ ഒന്നും കിട്ടൂല്ലോ. ഒന്നും മതിയാ? അല്ല അവർക്ക് വേണ്ടാക്കാം. ചിന്നാടന്റെ കാലാപ്പനി ചിന്നാടന്റെ കാലാപ്പനി. ചിന്നാടന്റെ കാലാപ്പനി ഇത് രണ്ടും കൂടാ. ഉണ്ടാവും. അതിന്റെ മുകളിൽ നിന്ന് ഒന്നും കൂടെ എഴുതാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്റെ ഇപ്പൊ പോയി വണ്ടിക്കാ ഞാൻ പോകുന്ന വണ്ടിയാണ്. ചിന്നാടന്റെ കാലാപ്പനി അതിനിപ്പുറത്ത് എഴുതാം വാളയാർ പരമശിവൻ. എന്റെ സ്പിരിറ്റിംഗ് നടത്ത് സെറ്റായി. അങ്ങനെ എഴുതാലോ. ഓക്കെ എടാ പൊതുവെ അങ്ങനെ തന്നെയല്ലേ. ആ പൈസയും കൊണ്ടുപോയിട്ടാണ് അടുത്ത കടമൂരി. ടൈംസോടെ വലിയ രസമൊന്നുമില്ലേ? പക്ഷെ അയാൾ ചോദിക്കുമ്പോൾ പിന്നെ അയാൾ കുറച്ച് മുമ്പിച്ചിട്ടോ. നമ്മള് ഭയങ്കര പൊളായിട്ട് മനുഷ്യന്മാര് സിനിമയെല്ലാം കാണില്ലേ എന്തുകൂടെ മനസ്സിലില്ല എന്തുകൂടെ സാധനം കൊള്ളാം അടിപൊളി. ഇത് കണ്ട് ബ്രിട്ടീഷുകാരാക്കി തോന്നുന്നു. ഇവിടെ ശരിക്കും ഉണ്ടോ അല്ലേ? ഇതാണ് തൂക്കുപാലം. പക്ഷെ ഇവിടുത്തെ പ്രവേശനം എങ്ങനെയാണെന്ന് അറിയില്ല. ഇതാണ് തൂക്കുപാലം. വെൽക്കം. ഇപ്പൊ ഒരാൾ വിൽക്കുന്നത് കാണാം. വിഷുവിന് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ പോയാൽ കഴിയില്ല. എന്താ ആ ബോർഡ് ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചു നടന്നു. അപ്പൊ അതാണ് അവസ്ഥ. ഞാനൊന്ന് പോയിന് കേട്ടാ. ഞാൻ നടക്കുക ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് ബോഡി ഇങ്ങനെ ക്രോസ് അടിച്ചാ പറ്റുന്നു. അതാ ഒരു പറഞ്ഞതാണ് പാലത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ റിസ്ക് എടുക്കാന്ന്. നമ്മളിപ്പോ പാലത്തിലേക്ക് പോകാൻ നോക്കിയത് പക്ഷെങ്കിൽ അപകട സാഹചര്യമായതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. നാളെ വിഷു അല്ലേ. നമ്മള് പടക്കങ്ങൾ മേടിച്ചു. പക്ഷെങ്കിലും എല്ലാം ഉച്ചവണ്ണ വണ്ടിയിലായി പോയി. വീട്ടിലെത്തുമ്പോൾ അമ്മക്ക് പടക്കം രാത്രി പൊട്ടിക്കണം ഭയങ്കര ഒരു ആഗ്രഹം. അപ്പൊ നമ്മൾ ആദ്യം ഇരുട്ടി വന്നിട്ട് ആളുടെ കുറച്ച് പടക്കങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് വൻ തിരക്കില്ലല്ലോ. വൻ തിരക്കാണ്. പടക്കങ്ങളില്ല ഗൈസ്. കടകൾ പൂട്ടി ഗൈസ്. കേട്ടോ പടക്കം കഴിഞ്ഞോ? ഒന്നുമില്ല. എന്താണ് ഗൈസ് പടക്കങ്ങൾ മൊത്തം കഴിഞ്ഞു. വലിയൊരു ഷോട്ടിന് എടുക്കട്ടെ. നീ പറഞ്ഞു വേണ്ടെന്ന്. കുറച്ചുകൂടെ വേണ്ടി വരില്ലേ? കുറച്ചുണ്ട്. നമ്മൾ കുറെ മേടിച്ചിട്ടുണ്ട് നേരത്തെ. കുറച്ച് പടക്കം വേണ്ടി രാത്രിയും പൊട്ടിക്കാനും കടി കണ്ട് പൊട്ടിക്കാനും കഴിഞ്ഞു. നോക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയില്ല. നോക്കി കയറിട്ട് ടൗണിലേക്ക് വേറെ കൊണ്ടുപോകും. പടക്കം തീർന്നു പോകുന്ന ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. പടക്കങ്ങൾ കിട്ടുന്നില്ല പറയുന്നത് ടൗണിൽ. അപ്പൊ നമ്മളെ ഇന്നത്തെ വിഷു നമ്മളെ വിഷു ഒരു പൂക്കുറ്റി കത്തിച്ച് ആരംഭിക്കാൻ പോവുകയാണ്. ഒച്ചയല്ല പൂക്കുറ്റി തീർന്നു നോക്കാൻ 90 രൂപ. അച്ഛനോട് കണിങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സാധനങ്ങൾ എടുത്തു വെച്ചോണ്ടിരിക്കലാണ്. വേണ്ട രാത്രി കണി വെക്കാനുള്ള പ്രിപ്പറേഷൻ ആണ്. രാവിലെ ആവുമ്പോൾ എല്ലാം സെറ്റ് ആവും. ഒന്നും പറയാനുണ്ടോ? അപ്പം രാവിലെ സെറ്റാക്കി കാണിച്ചു തരാം. ഓക്കെ അത് വെറുതെ കാണിക്കുന്നയാ.
ഗായ്സ് ഇന്ന് ഇത്രയേ ഉള്ളൂ വ്ളോഗ്. ചില ഭയങ്കര എന്താ പറയാ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഫുള്ള് നടന്നത്. കാരണം ഇത്രയും എന്താ പറയുക, വിഷു ഇത്രയായിട്ട് പടക്കങ്ങൾക്ക് ഇത്ര ഡിമാൻഡ് വരുന്നത് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. കാരണം നമ്മൾ ഇരിട്ടിയിലെ കടയിലെ നമ്മളൊന്ന് ഷട്ടർ ഇടുക, നിങ്ങൾ അതിൻ്റെ അടുത്ത് കണ്ടിട്ടുണ്ടോ സംഭവത്തിൽ? മിക്ക കടകളിലും സാധനമില്ല. ഇതെന്താ സംഭവം എന്ന് അറിയില്ല. മൊത്തം പടക്കങ്ങളും തീർന്നിനി. അതായത് നമ്മൾ ശ്രീകണ്ഠാപുരത്തേനും പെട്ടെന്ന് പടക്കങ്ങൾ മേടിച്ചേ. എന്നിട്ട് തിരിച്ചു വരുമ്പം ആ പടക്കങ്ങളാണെങ്കിൽ ബിച്ചുവായിട്ട് കാറിലായി പോയി. അതുകൊണ്ട് നമുക്ക് രാത്രി പൊട്ടിക്കാനൊന്നുമില്ല. അപ്പൊ അമ്മയുടെ അടുത്തും പറഞ്ഞു കുറച്ച് പടക്കങ്ങൾ വേണം. അപ്പൊ നമ്മൾ ഇരുട്ടിട്ട് അതുകൊണ്ട് മേടിക്കാൻ പോയേ. നോക്കുമ്പോ ഈ അവസ്ഥയായി. ലാസ്റ്റ് നമുക്ക് അവിടെ കൂടി കുറച്ച് പൂക്കുറ്റിയും പിന്നെ സാധനം അങ്ങനെ മാലപ്പടക്കത്തിന്റെ ഒരു സാധനം മേടിച്ച് മാത്രമേ കിട്ടിയത്. ഇത് മാത്രം മേടിച്ച് വരികയത്. പിന്നെ അച്ഛനോടെ കണിയെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. രാവിലത്തേക്കാകുമ്പം കണീൻ്റെ ആ വീഡിയോ നമുക്ക് അടുത്ത വ്ളോഗിൽ വരുന്നുണ്ടാവും. പിന്നെ നാളെ ഒരു അടിപൊളി വ്ളോഗ് ആയിരിക്കും. കാരണം നമ്മുടെ ഫാമിലി എല്ലാവരും വരുന്നുണ്ട്. കണ്ണൂരാണ് വിഷു ആഘോഷിക്കുന്നത്. അപ്പോൾ രാവിലെ നമുക്ക് 4 മണി നമുക്ക് കണി കണ്ട് ഇവിടുന്ന് രാവിലെ പോകണം. ഇവിടുന്ന് നമുക്ക് അടിച്ചു പൊളിക്കണം വിഷു. അപ്പോൾ അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അടുത്ത വീഡിയോ വിഷുവിൻ്റെ കണി കാണലും പിന്നെ അവിടെ പോകുന്ന അവിടെ വിഷു ആഘോഷിക്കുന്ന കാര്യങ്ങളെല്ലാം ആയിരിക്കും. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വ്ളോഗ്. സൈനിങ് ഓഫ് ഫതിചന്ദ്രൻ ബ്ലൂം. ഓക്കെ ഓക്കെ ആക്ഷൻ. കത്തി കത്തി കത്തി